നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയ സോഷ്യൽ മീഡിയ ആപ്പായിട്ടുള്ള ക്ലബ് ഹൗസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലബ് ഹൗസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തരംഗമായിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പ്. നമുക്കറിയാം, നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ? അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ക്ലബ് ഹൗസ്. ഇപ്പോൾ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്ക് ഫോട്ടോസ് അയക്കാം, വീഡിയോസ് അയക്കാം, ചാറ്റ് ചെയ്യാം അല്ലേ? പക്ഷേ ഇതൊന്നും ഈ ക്ലബ് ഹൗസിൽ സാധ്യമല്ല. അതാണ് ക്ലബ് ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് വോയിസ് അല്ലെങ്കിൽ സൗണ്ട് ഓൺലിയാണ്. നമുക്ക് സൗണ്ട് കേൾക്കാം, നമുക്ക് സംസാരിക്കാം. ഈ രീതിയിലുള്ള ഓഡിയോ മാത്രം ഉപയോഗിച്ചുള്ള ഒരു ആപ്പാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ്. ഇനി എന്താണ് ഇതിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് നോക്കാം. അതായത് ആ പേര് തന്നെയുണ്ട്, ക്ലബ് ഹൗസ് അല്ലേ? ഇപ്പോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്രണ്ട്സ് ഉള്ള ഒരു റൂമിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അവിടെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ ആ ചർച്ചകളിൽ നമുക്കും പങ്കെടുക്കാം, അതുപോലെ തന്നെ ആ ചർച്ചകൾ നമ്മൾ കേട്ടിരിക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ക്ലബ് ഹൗസിലുള്ളത്. ഇപ്പോൾ ഒരു ഹാളാണെങ്കിൽ ആ ഹാളിൽ പല ഭാഗത്തായിട്ട് ആളുകൾ ഗ്രൂപ്പായിട്ടിരിക്കുന്നു. അവർ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പിലേക്ക് പോയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാം, ആ ചർച്ചകളിൽ പങ്കെടുക്കാം അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ക്ലബ് ഹൗസ് ആപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള സെലിബ്രിറ്റികളുമായിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാനും അവർ പറയുന്നത് നേരിട്ട് കേൾക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലബ് ഹൗസിൽ നമുക്ക് റൂമുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ റൂമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് അതിൽ കയറാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഉള്ള ഗ്രൂപ്പുകളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമുക്കതിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ള മറ്റ് അംഗങ്ങൾക്ക് ആ ചർച്ചകളിൽ പങ്കെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകത. അതായത് വോയിസ് അല്ലെങ്കിൽ സൗണ്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ക്ലബ് ഹൗസ്. ഈ ആപ്പ് 2020 അമേരിക്കയിലാണ് ആദ്യമായി ലോഞ്ച് ചെയ്തത്. അത് ലോഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അമേരിക്കയിൽ വൻ തരംഗമായിട്ടുള്ള ഒരു ആപ്പാണ്. അതിൻ്റെ iOS വേർഷനാണ് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2021 മെയ് മാസം 21-ാം തീയതിയാണ് അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിലും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്നത് ആൻഡ്രോയിഡ് വേർഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ ആപ്പ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ വൻ തരംഗമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി ഈ ആപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബീറ്റ വേർഷനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. നിലവിൽ ഈ ക്ലബ് ഹൗസിൽ മെമ്പറായിട്ടുള്ള ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും നേരിട്ട് ലോഗിൻ ചെയ്യാവുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ടാവും. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്പിൽ നമുക്കും പങ്കെടുക്കണമെങ്കിൽ, നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരു നിലവിൽ ഉള്ള ഒരു അംഗം നമ്മളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണുക. അവിടെ കാണാം ഗെറ്റ് യൂസർ നെയിം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളം കാണാം. നമ്മുടെ ഫോൺ നമ്പർ അതിൽ ടൈപ്പ് ചെയ്യാം. താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളം വരും. അതിൽ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തവണ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേര് മാറ്റാനുള്ള ഓപ്ഷൻ ആൻഡ്രോയിഡ് OSിലില്ല. അതേസമയം iOS ആണെങ്കിൽ നമുക്ക് ഒരു തവണ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂസർ നെയിം കൊടുക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള യൂസർ നെയിം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ യൂസർ നെയിം റിസർവ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്യും എന്ന ഒരു മെസ്സേജാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവണമെങ്കിൽ നിലവിൽ ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്ന ഒരു മെമ്പർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഞാൻ എൻ്റെ നിലവിലുള്ള ക്ലബ് ഹൗസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ അക്കൗണ്ടിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലബ് ഹൗസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പേജാണ് നമ്മൾ കാണാൻ കഴിയുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു പേജാണ് കാണാൻ കഴിയുക. ഇവിടെ കാണാം സെറ്റപ്പ് മൈ പ്രൊഫൈൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ നെയിം ഒന്നുകൂടി ചോദിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഈ പേജിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കതിൽ ഏത് വേണം സെലക്ട് ചെയ്യാം. ഞാൻ 2-3 സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരു മെസ്സേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ അലോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നോ വൺ താങ്ക്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലബ് ഹൗസിലെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഇവിടെ കുറേ ചാറ്റിംഗ് റൂമുകൾ കാണാം അല്ലേ. നമുക്കിതിൽ ഏതെങ്കിലും റൂമിൽ വേണിച്ചാൽ കയറാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ റൂമുകൾ കാണാൻ പറ്റും. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുള്ള ഓരോരോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് റൂമിൽ വേണിച്ചാൽ കയറാം. ഞാനിവിടെ ഒരു മലയാളം ചാറ്റിംഗ് റൂമിൽ ജസ്റ്റ് ഒന്ന് കയറാം. കോവിഡിൽ സിനിമ നട്ട കഥകൾ. ലൊക്കേഷൻ ഒക്കെ മാറുന്നതും പരിപാടികളൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്നാവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പോരണമെങ്കിൽ വളരെ ഈസിയാണ്. അവിടെ താഴെ കാണുന്ന ലീവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ വേറൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടോ. നമുക്കിതിലിപ്പോൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു താഴെയായിട്ട് ഒരു കൈയുടെ ചിഹ്നം കാണാം. ആ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇതുപോലൊരു മെസ്സേജ് വരും, ജോയിൻ ആസ് സ്പീക്കർ മേ ബി ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിൽ ആ ജോയിൻ ആസ് സ്പീക്കർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ആസ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു മെസ്സേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മളതിൽ അലോ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മളും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കണ്ടോ, NM എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പേര് കാണാം, നെടുമ്പുള്ളി എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റൂം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഹോം പേജിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് എ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. 1 ഓപ്പൺ, 2 സോഷ്യൽ, 3 ക്ലോസ്ഡ്. അതിൽ ഒന്നാമത്തെ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അതിൽ ലോകത്തിലുള്ള ആർക്ക് വേണമെച്ചാൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേസമയം രണ്ടാമത്തെ സോഷ്യൽ എന്ന് പറഞ്ഞ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഗ്രൂപ്പിൽ ഫോളോവേഴ്സിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മൂന്നാമത്തെ ക്ലോസ്ഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പിലൊരു ടോപ്പിക്ക് കൊടുക്കാം. അതിനായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ആഡ് എ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോപ്പിക്കിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം സെറ്റ് ടോപ്പിക് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ആ താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാവുന്നതാണ്. ആ പേജിൻ്റെ മുകളിലായിട്ട് 3 ചെറിയ ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് റൂം ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൂം എൻഡ് ആക്കാവുന്നതാണ്. ഇനി ഹോം പേജിലേക്ക് തിരിച്ചു വന്നാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ കാണാം. അതിൽ NM എന്ന് കാണാം. അപ്പോൾ ഞാൻ നെടുമ്പുള്ളി മീഡിയ എന്ന് കൊടുത്തത് കൊണ്ടാണ് NM എന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ള പേജാണ്.
അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആഡ് ബയോ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് കാണാൻ കഴിയുക. അവിടെ നമ്മുടെ ബയോഡാറ്റ എൻട്രി ചെയ്തിട്ട് ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ പേജിൻ്റെ മുകളിലായിട്ട് @ എന്ന ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID വെരിഫിക്കേഷന് വേണ്ടിയാണ്. തൊട്ടടുത്ത് തന്നെ ഷെയർ ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ബട്ടൺ സെറ്റിങ്സിൻ്റെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ കഴിയുക. ഇവിടെ നമുക്ക് നോക്കൂ, അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആക്കാനും സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോം പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഐക്കൺസ് കാണാം. ആദ്യമായിട്ട് ലെറ്റർ ബോക്സിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്തോ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തോ നമുക്ക് ക്ലബ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഹോം പേജിലെ അടുത്ത ബട്ടൺ ഒരു കലണ്ടറിൻ്റെ ഐക്കണാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ, നമുക്ക് കുറേ ഗ്രൂപ്പുകളുടെ നെയിമുകൾ കാണാം. അതിൽ സമയം കാണാം. ആ സമയത്താണ് ആ ഗ്രൂപ്പ് ഓപ്പൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലടുത്തുള്ള ആ ഒരു ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വീണ്ടും ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബെൽ ഐക്കൺ കാണാം അല്ലേ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫേസ്ബുക്കിലോ കാണുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാം. ഓക്കെ, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആപ്പിൽ ഓരോ ചാറ്റിംഗ് റൂമുകളുണ്ട് അല്ലേ? ഈ ഒരു ചാറ്റിംഗ് റൂമിൽ ഏകദേശം 5000-ഓളം ആളുകൾക്ക് പങ്കെടുക്കാം എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഒരു ചാറ്റിംഗ് റൂം തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് വെച്ചുകൊണ്ട് നമുക്കൊരു ചാറ്റിംഗ് റൂം തുടങ്ങാം. ആ ചാറ്റിംഗ് റൂമിൽ നമുക്കത് ഓപ്പൺ ആയി ഇട്ട് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് അതിൽ സംസാരിക്കുകയും ആളുകൾക്കുള്ള അതിൽ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഈ ക്ലബ് ഹൗസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ് അല്ലേ? അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായി ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ നെടുമ്പുള്ളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.